ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ അതിവർഷം ഏത്? ഓപ്ഷൻസ് വായിക്കാം. 1934, ബി 1963, സി 1965, ഡി 1936. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലും ഒരു എയോ ബിയോ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അത് 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്നു എങ്കിൽ നമ്മുടെ ആൻസർ അത് തന്നെയായിരിക്കും. മനസ്സിലായോ? അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും ഇപ്പോൾ ഫസ്റ്റ് സംഖ്യ ഏതാണ്? 1934 തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 1934. അതിനെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നു എങ്കിൽ അത് ഒരു അതിവർഷമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ചെയ്ത് നോക്കാം. 1934 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 4 16 4 3 9 6 പോയാൽ 3 334. 8 4 32, 8 തവണ പോകും. 32 4 3 2 പോയാൽ 1 14. 14 4 എത്ര തവണ പോകും? 3 തവണ പോകും. 3 4 12 അല്ലേ? 3 4 12. 4 2 പോയാൽ 2, ശിഷ്ടം വന്നു 2. അപ്പോൾ ഇത് ആൻസർ ആണോ? അല്ല, ഇത് തെറ്റാണ്. അടുത്ത സംഖ്യ ചെയ്ത് നോക്കാം. 1936 ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ ഓപ്ഷനും ചെയ്യണമെന്നില്ല. നമുക്ക് ഇതായിരിക്കും എന്ന് തോന്നുന്ന കാര്യം ആദ്യം ചെയ്തു നോക്കാം. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നായല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാകും. ഓക്കെ, ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡി ചെയ്ത് നോക്കാം. 1936 ഡിവൈഡഡ് ബൈ 4. 19 നേരത്തെ ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ്. 19 എത്ര തവണ പോകും? 4 തവണ. 4 4 16. 6 3 9 6 പോയാൽ 3. 33 എത്ര തവണ പോകും? 8 തവണ. 8 4 32. 6 3 2 പോയാൽ 1. 3 3 പോയാൽ 0 ആണ്. 16. 16 4 എത്ര തവണ പോകും? 4 തവണ. 4 4 16. 6 6 പോയാൽ 0. ശിഷ്ടമുണ്ടോ? ഇല്ല, 0 ആണ്. അപ്പോൾ ഇത് ഒരു എന്താണ്? പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. എത്രയാണ്? 1936. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? 1936 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നതിനാൽ 1936 ഒരു അതിവർഷമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26, x 78 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ വില കാണാൻ ആദ്യ പദം എക്സ് സമം ആദ്യ പദം പ്ലസ് 3-ാം പദം ബൈ 2 എന്നെടുക്കുക. മനസ്സിലായോ? എക്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് സമം ആദ്യ പദം പ്ലസ് 3-ാം പദം ബൈ 2 എന്നെടുക്കുക. എക്സ് എത്രയാണ്? എക്സ് സമം 26 പ്ലസ് 78 ബൈ 2 എന്നെഴുതുക. 26ഉം 78ഉം കൂട്ടി നോക്കുക. എത്രയാണ്? 104 ബൈ 2 അതുപോലെ ഇവിടെ എഴുതുക. എത്രയാണ്? ഇത് ഒരുപാട് ചെയ്യാനൊന്നുമില്ല. 104 ആകുമ്പോൾ 100ൻ്റെ പകുതി എത്രയാണ്? 50. 5 എഴുതുക. 4ൻ്റെ പകുതി എത്രയാണ്? 2. 52. ഓക്കെ, ആൻസർ 52 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. 70 പേരുള്ള ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് 45 ആണ്. എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക് എത്രാമതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അനന്തുവിൻ്റെ റാങ്കാണ് ഇപ്പോൾ ഇവിടെ കാണേണ്ടത്. അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക്
സമം m മൈനസ് n പ്ലസ് 1 എന്ന് ചെയ്ത് നോക്കാം. സമം 70 മൈനസ് 45 എത്ര വരും? 70 നിന്ന് 45 മൈനസ് ചെയ്താൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. സൈഡ് ചെയ്ത് നോക്കാം. 70 മൈനസ് 45 0 എന്ന് 5 പോവില്ല, അപ്പോൾ 1 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 10 ആയി. 10 നിന്ന് 5 പോയാൽ എത്രയാണ്? 5. ഇവിടെ ബാക്കി എത്രയാണ്? 6 ആണുള്ളത്. 6 നിന്ന് 4 പോയാൽ 2, 25. 25 എഴുതുക പ്ലസ് 1. എത്രയാണ് ആൻസർ? 26. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ശ്രുതി മുൻപിൽ നിന്ന് 8ാമത്തെയാളും ഗീതു പുറകിൽ നിന്ന് 6ാമത്തെയാളും ആണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം ആദ്യം എഴുതാം. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളാണുള്ളത്. പിന്നെ എന്താണ്? ഒരു ക്ലാസ്സിൽ ശ്രുതി മുൻപിൽ നിന്ന് 8ാമത്, പിറകിൽ നിന്ന് 6ാമത്തെയും ആളാണ്. 8 പ്ലസ് 6. ഓക്കെ, ഇനി കുട്ടികളുടെ എണ്ണമാണ് എഴുതേണ്ടത്. 25 മൈനസ് 8 പ്ലസ് 6. 8ഉം 2ഉം 10, 4, 14. 25 മൈനസ് 14 എത്ര വരും? 11. ഓക്കെ, നമ്മുടെ ആൻസർ 11 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4, 9, 14 ഡാഷ് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 249 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പദങ്ങളുടെ എണ്ണം ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ഇതാണ് കണ്ടുപിടിക്കാനുള്ള രീതി. ഓക്കെ, ചെയ്ത് നോക്കാം. 249 മൈനസ് 4 എത്രയായിരിക്കും ആൻസർ വരിക? 245. 245ഉം 4ഉം ആണ് 249. ഓക്കെ, മൈനസ് ചെയ്തിട്ട് 245 ബൈ പൊതുവ്യത്യാസമായ 5 എഴുതുക പ്ലസ് ഈ 1 കൊടുക്കുക. 245-ൽ 5 എത്ര തവണ പോവും? ഡിവൈഡ് ചെയ്യാൻ അറിയുന്നവർ പെട്ടെന്ന് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. 5 ഡിവൈഡ് ചെയ്യുക. 4 5 20, 5 25, 25 ഇല്ലല്ലോ, 24. അപ്പോൾ എത്ര തവണ പോകും? 4 തവണ. 4 5 20, 5 4. 45-ൽ എത്ര തവണ പോകും? 9 തവണ. 9 5 45 ആണ്. 9 5 45 0. അപ്പോൾ എത്ര തവണയാണ്? 49 തവണ. 49 പ്ലസ് 1 എത്രയാണ് ആൻസർ? 50. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക, സ്വയം ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക, എന്നിട്ട് വീണ്ടും സ്വയം ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ നമ്മൾ സ്വയം ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് എക്സാം ഹാളിൽ വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.